Hey everybody, welcome to Talking Cars. നമ്മൾ ജർമ്മൻ കാർസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ റൈറ്റ് ഫ്രം എപ്പോഴാണ് ഏത് കാലം തൊട്ട് നോക്കിയാലും 50s തൊട്ട് നോക്കിയാലും നമുക്ക് ജർമ്മൻ കാർസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയാവുന്ന മെഴ്സഡീസ് ആണ് ആ കാലത്ത്. ഒരു 70s 80s കഴിഞ്ഞപ്പോഴേക്കും BMW വന്നു. ഇടയിൽ കുറേ ബീറ്റിലും അങ്ങനത്തെ വണ്ടികൾ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് നമുക്ക് ഫോക്സ് വാഗൻ്റെ വലിയൊരു ഇൻവേഷൻ 90s കാര്യമായിട്ട് ഇവിടെ വന്നത്. ഒരു ലക്ഷറി സെഗ്മെന്റ് ജർമ്മൻ കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസിന്റെ മനസ്സിൽ എപ്പോഴും ബെൻസ് BMW ഇത് രണ്ടുമാണ്. പിന്നെ ഓൺ എ ലേറ്റർ ഡേറ്റ് കുറച്ച് ഓഡിയും വന്നിട്ടുണ്ട്. ബട്ട് അതർവൈസ് ഇതായിരുന്നു ഒരു പ്രിഡോമിനന്റ് ബ്രാൻഡ്. അപ്പോൾ ഈ രണ്ട് വണ്ടികളും പണ്ട് കാലം തൊട്ടേ നോക്കിയാൽ ഒരു മോറോലെസ് ഒരു അൺഅറ്റൈനബിൾ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് പറ്റുന്ന ഒരു ലെവലിലും മച്ച് മേലെയുള്ള ഒരു വണ്ടികളായിട്ടാണ് മെഴ്സഡീസും BMW ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ജർമ്മൻ കാർ എന്നുള്ള ഒരു സ്വപ്നം ഇന്ത്യക്കാർക്ക് ഒരു എല്ലാവർക്കും പറ്റുമെന്നുള്ളൊരു തോന്നൽ വന്ന ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന സ്കോഡയാണ്. അവർക്ക് ആ ഒരു ഫീലിംഗ് ഇന്ത്യക്കാർക്ക് കൊടുത്തതും ആ ഒരു കാർ എന്ന് പറഞ്ഞാൽ അത് സ്കോഡ ഒക്ടാവിയാണ്. ജർമ്മൻ എന്ന് പറയുമ്പോൾ ചെക്കോസ്ലോവാക്കിനാണ്, ബട്ട് സ്റ്റിൽ ജർമ്മൻ അണ്ടർപിന്നിങ്സ്. അതെ, ആ ജർമ്മൻ ക്വാളിറ്റി. ചെക്കോസ്ലോവാക്കി എന്നുള്ള കൺട്രി തന്നെ അറിഞ്ഞത് പലവരും ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെറ്റസ് കോൾ ഇറ്റ് ജർമ്മൻ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ജർമ്മൻ കാറിൻ്റെ ഒരു ക്വാളിറ്റി, നമ്മൾ സാധാരണ ഒരു അൺഅറ്റൈനബിൾ ആയിട്ടിരുന്ന ഒരു ക്വാളിറ്റി, ഒരു റൈഡ് കംഫർട്ട്, ഒരു റിഫൈൻമെൻറ്റ്, പവർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ ഒരു 2000s തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത വണ്ടിയാണ് മാർക്ക് 1 ഒക്ടാവിയ. നമുക്കൊരു സാധാരണക്കാരന് എല്ലാവർക്കും അത്ര അഫോർഡബിൾ അല്ലെങ്കിലും റിലേറ്റീവ്ലി അഫോർഡബിൾ. കാര്യം ആ സമയത്ത് ഉണ്ടായിരുന്നൊരു മെഴ്സഡീസിന്റെ പകുതി വിലക്കാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട് ഓട്ടോ കാറിലൊക്കെ അന്ന് C ക്ലാസ് C180 ആയിട്ട് അവർ പുതിയ ഒക്ടാവിയനെ കമ്പയർ ചെയ്തിരുന്നു. അതെ, കാരണം ഇമീഡിയറ്റ് ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് പറയാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം there was no point comparing ആ ഒരു മാർക്ക് 1 ഒക്ടാവിയ ഒരു ഹോണ്ട സിറ്റി ആയിട്ടോ ലാൻസർ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ടോട്ടലി ഡിഫറെന്റ് ലീഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടപ്പോൾ പലവർക്കും അതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ ആംബിയന്റ് എന്ന് പറഞ്ഞ ട്രിമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് തീരെ ലോഡിങ്സ് എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് നമുക്ക് ലോഡിങ്സ് ശീലമില്ല, അതുകൊണ്ട് ശീലമില്ല. പക്ഷേ എങ്കിലും അന്നും നമുക്ക് സൊനാട്ടയും അങ്ങനത്തെ വണ്ടികളൊക്കെ വന്ന് കുറച്ച് റിച്ച്നെസ്സും കുറച്ച് വുഡും ബേജ് ലെതറും അതൊക്കെ കാണിച്ചിരുന്ന കാലത്ത് ഇത് ഭയങ്കര ബ്ലാൻഡ് ആയിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പറയുന്ന വെറും ഗ്രേ ഇന്റീരിയറും അങ്ങനെ അതേപോലെ ബാക്ക് സീറ്റ് ഒരു കുറച്ച് അപ്രൈറ്റ് ആയിട്ടും. അപ്പോൾ കുറേ പേർക്ക് അതെന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് കാലം എടുത്തു. പക്ഷെ അത് ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ദേ ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് കാർ ഇൻസ്റ്റന്റ്ലി, എസ്പെഷ്യലി അതിന്റെ 1.9 TDI എഞ്ചിൻ. അതാണ് ശരിക്കും ആ വണ്ടീനെ കോമൺ ആക്കിയത്. അത് പെട്രോളിൽ ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത്ര വലിയതാവില്ലായിരുന്നു. ഇല്ല, എന്നാൽ ആ സമയത്ത് ആ വണ്ടിക്ക് വേറൊരു സ്പെഷ്യൽ ഫീച്ചറും കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ പെട്രോളും ഡീസലും ഒരേ വിലക്കാണ് അവർ ഇറക്കിയത്. അതൊരു വലിയ കാര്യമായിരുന്നു. ആ കാലത്ത് എല്ലാവരും ഡീസൽ വണ്ടി ഒരു ലക്ഷങ്ങളുടെ പ്രീമിയം കൊടുത്ത് വെച്ചിരുന്ന ടൈമിൽ ഈ വണ്ടിയാണ് ആദ്യമായിട്ട് സെയിം പ്രൈസിന് അക്രോസ് ഇന്ത്യ എന്നും പറഞ്ഞ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് എൻജിൻസും. അങ്ങനെ ആ വണ്ടി ആക്ച്വലി ഒരു റൺവേ സക്സസ് ആയിരുന്നു. ആ വണ്ടി സോളിഡായിട്ട് അല്ലേ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സാധനമാണ്, ഒരു സേഫ് ചോയ്സ് ആണെന്നുള്ളത്. അങ്ങനെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ ഒക്ടാവിയ ഇന്ത്യയിൽ കിട്ടി. അപ്പോൾ സിൻസ് ദ ഫസ്റ്റ് കാർ വാസ് സെല്ലിംഗ് സോ വെൽ, അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്ട് സെക്കൻഡ് മോഡലിനെ ലോറ എന്നുള്ള പേരിൽ പ്ലേസ് ചെയ്തു. അതെ, അതിൻ്റെ ഒരു പ്രീമിയം കാറായിട്ട് പ്ലേസ് ചെയ്തു. അതും ഒരു റൺവേ സക്സസ് തന്നെ ആയിരുന്നു. അതിന് ഒരു ഫേസ് ലിഫ്റ്റും പ്രീ ഫേസ് ലിഫ്റ്റും കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മേജർ ചേഞ്ച് ആയിട്ട് വന്നത് തിരിച്ച് ബാക്ക് ടു ഒക്ടാവിയ എന്നുള്ള പേരിൽ ഇറക്കിയതാണ്. ദാറ്റ് ഇസ് ദിസ് കാർ, ദ തേർഡ് ജനറേഷൻ ഒക്ടാവിയ. ഇതും വളരെ സിഗ്നിഫിക്കൻറ്റ് കാർ ആയിരുന്നു സ്കോഡയ്ക്ക്. കാര്യം ബാക്കി എല്ലാ മോഡൽസിനേക്കാളും അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നൊരു വണ്ടിയാണിത്. ആൻഡ് അതിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നൗ വി ഹാവ് ദ ഓൾ ന്യൂ അല്ലേ 4th ജനറേഷൻ ഒക്ടാവിയ വിത്ത് അസ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ആക്ച്വലി നമ്മൾ ഈ 4th ജനറേഷൻ ഓൾ ന്യൂ ഒക്ടാവിയയുടെ മേത്താണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ വിവേക് ഫോർ സം സ്ട്രേഞ്ച് റീസൺ ഇത് കൊണ്ടുവന്നു. എന്തുപറ്റി ഈ വണ്ടി മാത്രം കൊണ്ടുവന്നു? അല്ല, അതിന് കാരണമുണ്ട്. ടിൽ നൗ ഇപ്പം നമ്മൾ ഒക്ടാവിയ എന്ന് പറയുന്നത് ഈ വണ്ടിയായിരുന്നു. അതെ, ഇതിന്റെ ഡിസൈൻ ആദ്യം ഇറങ്ങിയപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നില്ല, തീരെ ഇഷ്ടമായിരുന്നില്ല. ഈ 2 സ്പ്ലിറ്റ് ഹെഡ് ലൈറ്റ് ഒക്കെ എല്ലാവരും കുറ്റം പറഞ്ഞു. പക്ഷേ നൗ ഇറ്റ് ലുക്സ് ഗുഡ്. നൗ ഇറ്റ് ലുക്സ് വെരി ഗുഡ്. അതുകൊണ്ടാണ് ഞാനത് കൊണ്ടുവന്നത്. കാരണം ഇതും പലർക്കും ആദ്യം കണ്ടപ്പോൾ ഇത്തിരി തെറ്റെന്നൊക്കെ പറയേണ്ട, ആ ഗ്രില്ല് ഇത്തിരി താഴെയാണ്, കുറച്ച് ഡിസൈൻ പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ട്. അതെ, ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ദിസ് വിൽ ഓൾസോ ഗ്രോ ഓൺ അസ്. ഐ തിങ്ക് ഇറ്റ് വിൽ. ചെറിയ കാലം കൊണ്ട് അല്ലേ? അതെ, കാര്യം ഇത് വന്നപ്പോൾ ഞാനടക്കം ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ സിമ്പിൾ സ്റ്റൈലിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലിംഗ് ആണ്. ആൻഡ് എപ്പോഴും ഒക്ടാവിയ ഭയങ്കര ക്ലീൻ ആൻഡ് സിമ്പിൾ സ്റ്റൈലിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഷേപ്പ് വന്നപ്പോൾ ഞാനും ആദ്യം ആലോചിച്ചു, ഇവർ ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കാൻ പോകണം അവിടെ, ഇത്ര നല്ലൊരു വണ്ടി മാറ്റിയിട്ട് എന്നുള്ളത്. പക്ഷേ എന്നാൽ ഇത് വന്നു കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ കാലത്തിൽ തന്നെ നമുക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് the most popular Octavia look ipo aged well. This is കണ്ടില്ല എന്നുണ്ടെങ്കിൽ that looks like the current Octavia. അല്ലേ? ഇതിന് കുഴപ്പമൊന്നുമില്ല, still not aged at all. Okay, അതുകൊണ്ടുവരാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഒക്ടാവിയ എല്ലാ ജനറേഷനും സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് ഇൻക്രീസോടുകൂടി വന്നേക്കണം. അതെ, സോ ലൈക്ക് യു സെറ്റ് ഫസ്റ്റ് ജെൻ്റെ കൂടെ സെക്കൻഡ് ജെൻ വിൽക്കേണ്ടി വന്നപ്പോൾ അവരത് വേറെ പേരിൽ വിൽക്കേണ്ടി വന്നതിൻ്റെ ഒരു റീസൺ പ്രൈസ് ഇൻക്രീസ് ആയിരുന്നു. അതെ, കാരണം ഫസ്റ്റ് ജെൻ ഒരു 12 ലക്ഷം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സെക്കൻഡ് വൺ കൊണ്ടുവന്നപ്പോൾ ഒരു 18-20 ലാക്സ് റേഞ്ചിലോട്ടായി.
ഇത് വന്നപ്പോഴത്തേക്ക് ഇതൊരു 24 lakhs വണ്ടിയായി മാറി. ഓക്കെ. ഇതിൻ്റെ സ്റ്റൈൽ വേരിയൻറ്റിന് 34 lakhs ഉണ്ട് വില. ഓ ഓക്കെ. ഇത് LNK-ആണ്. ഓക്കെ. 37 lakhs. 37 lakhs ഓൺ റോഡ്. ഓക്കെ. അപ്പോൾ ഒരു സെഗ്മെൻറ്റ് കയറി. ഒരു സെഗ്മെൻറ്റ് കയറി. അപ്പോൾ നമ്മൾ പണ്ട് പറയും ഇത് ഭയങ്കര വാല്യൂ ആയിരുന്നു. ഇപ്പോൾ C class അല്ലെങ്കിൽ 3 Series അല്ലെങ്കിൽ A4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതെ. ഇപ്പോൾ ആ വാല്യൂ പ്രൊപ്പോസിഷൻ കുറച്ചും കൂടി ഒന്ന് മാറി. എക്സെപ്റ്റ് ആ വണ്ടികൾ അത്രയും കയറി. അതെ. ഇപ്പോൾ C classന് 60 ലക്ഷം രൂപ വണ്ടിയായപ്പോൾ ഇപ്പോൾ ഇതിന് ഇന്ത്യയിലാതെ ഒരു മാർക്കറ്റ് ഉണ്ട്. അത് ശരിയാണ്. അപ്പോൾ ചേഞ്ചിങ് ടൈംസ് വെച്ചിട്ടാണ് ഇത് മാറുന്നത്. ആൻഡ് വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം നമ്മളൊരു മാർക്ക് 1 ഒക്ടാവിയ അത് 12 ലക്ഷം രൂപ കൊടുത്തിരുന്നൊരു മാർക്ക് 1 ഒക്ടാവിയ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്, വളരെ ഡിഫറെൻ്റ് ആണ്. ഇൻ എവറി സിംഗിൾ വേ ഇത് മാറിയിട്ടുണ്ട് അക്രോസ് ജനറേഷൻ. ഈ വണ്ടി മാത്രമല്ല, അതിൽ നിന്ന് ലോറ ആണെങ്കിലും അതൊരു സിഗ്നിഫിക്കൻറ്റ് അപ്ഡേറ്റ് ആണ്. ലോറയിൽ നിന്ന് ഈ ജനറേഷനും ഒരു നല്ലോണം കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് എത്രത്തോളം ഇത് കയറിയിട്ടുണ്ടെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. അത് കാണിക്കാനാണ് ഞാനിത് കൊണ്ടുവന്നത്. ഓക്കെ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്ര നാൾ ദിസ് വാസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇതായിരുന്നു ദ അൾട്ടിമേറ്റ് ബിഗ് സെഡാൻ. സത്യം പറഞ്ഞാൽ എസ്പെഷ്യലി ഇതിൻ്റെ RS വേർഷൻസ് ദേ സ്റ്റിൽ ലുക്ക് സോ ഗുഡ് അല്ലേ? അത്ര നല്ലൊരു 13-45 ഒക്കെ അത്ര ഭംഗിയുള്ളൊരു സെഡാൻ എനിക്ക് ഇപ്പോൾ ഈ റീസെന്റ് ടൈംസിൽ ഇന്ത്യയിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ഇതിൻ്റെ ഓവർ ഹാങ്സ് ഒക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട്, ബോഡി പ്രൊപ്പോർഷൻസ് ഇത്തിരി കൂടിയും ഒന്ന് സ്ട്രെച്ച്ഡ് ആയിട്ടുണ്ട്. ഐ തിങ്ക് റിയറിൻ്റെ ഒക്കെ അവിടെ നോക്കിയാൽ കുറച്ച് മാസീവ് ബൾക്ക് ഇത്തിരി കൂടുതലുണ്ട്. അവർ ആ ഒരു സ്പോർട്ടി സ്റ്റൈലിലേക്ക് മാറ്റിയിട്ട് കൂടുതൽ ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കാർ ആക്കിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സ്പോർട്ടി സ്റ്റൈലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് കുറേ കൂടി സ്ലോപ്പിംഗ് ആയിട്ടുണ്ട് താഴോട്ട്. ഈ ഗ്രില്ലിൻ്റെ ലെവൽ യൂഷ്വലി ഇറ്റ്സ് അബൌട്ട് ഹിയർ, അതൊന്നും കൂടിയും താഴ്ന്നിട്ടുണ്ട്. ഓക്കെ. സ്ലിമ്മർ ഹെഡ്ലൈറ്റ്സും ബാക്കി സാധനങ്ങളൊക്കെ വന്നുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് വർക്ക്സ്. ചിലപ്പോൾ ഇഷ്ടാവും, ചിലപ്പോൾ ഇഷ്ടാവില്ല. കുറച്ച് പോളറൈസിംഗ് ആണ്. എനിക്കിതിൽ ഇഷ്ടമായ ഒരു സാധനം ഇതിൻ്റെ കളറാണ്. കളർ അടിപൊളിയാണ്. ഐ റിയലി ലൈക്ക് ദിസ് കളർ. ഇറ്റ്സ് കോൾഡ് ലാവ ബ്ലൂ. ഓക്കെ. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. വെരി നൈസ്, ഗുഡ് ഫിനിഷ്. ഇതൊരു ഭയങ്കര ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. അതും ഈ ഒരു ചെറിയ ക്രോം എലമെന്റ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. വീൽസ് ഇഷ്ടമായോ? നോട്ട് റിയലി. ഇച്ചിരി ഓവർ ഡൺ ആണ്. എനിക്ക് ആ ഒരു ഇതിനകത്തുള്ള ബ്ലാക്ക് ക്ലോസ്ഡ് സ്പേസസ് അത്ര മിസ്സിംഗ് വിത്ത് യുവർ ഹെഡ് അല്ലേ? ആലോചിക്കുമ്പോൾ അവിടെ നമ്മൾ ഹോളാണെന്ന് വിചാരിക്കുമ്പോൾ അത് ഹോളല്ല. അതെ, അതെനിക്ക് അത്ര വലുതായിട്ട് പിടിച്ചിട്ടില്ല. പക്ഷെ മേ ബി ഇതിന്റെ സ്റ്റൈൽ വേരിയന്റിന് 17 ഇഞ്ച് വീൽ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി സിമ്പിൾ ഡിസൈൻ ആണ്, പാലറ്റബിൾ ഡിസൈൻ ആണ്. കുറച്ച് മറ്റേ പ്രീവിയസ് ജനറേഷൻ റാപ്പിഡിന്റെ പോലത്തെ ഒരു അലോയ് വീൽ വരുന്നുണ്ട്. ഓക്കെ. അഗൈൻ അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് വി കാൺട്ട് ആധികാരികമായിട്ട് പറയാനൊന്നുമില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദിസ്. ഇതിൽ കുറേ കൂടി ക്ലീനർ ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ ഫെൻഡറിന്റെ ഷട്ട് ലൈനൊക്കെ കുറേ കൂടി ഇങ്ങോട്ട് മാറ്റി. മറ്റേന്ന് കുറച്ചും കൂടി ബോണ്ട് വേറൊരു ലെവലായിരുന്നു. അതുപോലെ ഈ ബോണ്ട് ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ചെറിയ ഈ ഒരു ക്രീസ് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഈ കളറിലായതുകൊണ്ട് നമ്മൾ അധികം കാണുന്നില്ല. പക്ഷേ അത് ഹോൾ എൻറ്റയർ ബോഡിയിൽ അങ്ങേറ്റം വരെ പോകുന്ന ഒരു ഷാർപ്പ് ലൈനാണ്. അത് ഇതിൻ്റെ ഒരു ഒക്ടാവിയ ട്രേഡ് മാർക്കാണ് ശരിക്കും. അത് ദാറ്റ് ഹാസ് ബീൻ ഡൺ വെൽ. ഓവറോൾ സ്റ്റൈലിംഗ് കുഴപ്പമില്ല. എനിക്ക് ആ പ്രൊപ്പോർഷൻസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കാര്യം ഇത്രയും വലിയ വണ്ടിയായി എന്നുള്ളൊരു കാര്യം അതാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. ഗ്രോൺ അപ്പ് ആയിട്ടുണ്ട്. സോ ദാറ്റ് അതിന്റെ കുറച്ചൊന്ന് ബൾക്ക് ഇപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഓവർ ഹാങ്സ് ആയിട്ട് കൂടിയേക്കണേൻ്റെയാണ് നമുക്കൊരു പ്രൊപ്പോർഷൻ വൈസ് ഒരു ചെറിയൊരു മിസ്മാച്ച് തോന്നുന്നത്. ആൻഡ് അത് മാത്രമല്ല അവർ മൊത്തത്തിൽ പൊക്കം കുറച്ചും കൂടെ കൂടിയ പോലെ ഉണ്ട്. ഹോൾ കാർ വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ദിസ് ഈസ് ഡൂയിങ് 17 ഇഞ്ച് വീൽസ്, മറ്റേത് 16 ഇഞ്ച് വീൽസിലാണ്. പക്ഷേ ഓൾമോസ്റ്റ് പ്രൊപ്പോർഷൻ വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ തോന്നുന്നത്. സോ ഇതിന്റെ ബോഡി വലുതായിട്ടുണ്ട്, ആ വീൽസ് അപ്പോഴും ചെറുതായി തോന്നുന്നത് അതുകൊണ്ടാണ്. ഐ തിങ്ക് RS വേർഷൻസ് ഇതിന്റെ ഇതിലും രസമായിരിക്കും. പക്ഷേ RS ഇപ്രാവശ്യം ഹൈബ്രിഡ് എഞ്ചിൻ ആയിട്ടായിരിക്കും വരുന്നത്. അല്ല, അത് ഓപ്ഷൻ ആണ് ആക്ച്വലി. സാധാരണ RS ഉണ്ട്, RS ഡീസൽ വണ്ടി ഉണ്ടായിരുന്ന പോലെ തന്നെ ഇപ്പോഴും RS ഡീസൽ ഉണ്ട്, അതിന് കൂടാണ്ട് ഹൈബ്രിഡ് RS കൂടി ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. വിച്ച് ബ്രിങ്സ് us to the most important question. നമുക്ക് ഇവിടെ ഡീസൽ കിട്ടുന്നില്ല. ഇത് പെട്രോൾ ആണ്. പണ്ടത്തെ ഒക്ടാവിയകളുടെ എല്ലാത്തിൻ്റെയും ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിന് ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1.9 ആയിട്ടും പിന്നെ 2 ലിറ്റർ ആയിട്ടും വന്നത്. അതാണ് ആക്ച്വലി ഒക്ടാവിയ ആക്കിയത്. കാരണം ഇതെല്ലാം ആളുകൾ മേടിക്കുന്നത് ഇതുപോലെ ട്രാവൽ കാഴ്സ് ആയിട്ടാണ്. കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ ഇക്കോണമിയും ഒരു ഫാക്ടറാണ് പലർക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് ഡീസൽ എഞ്ചിൻ പോകുന്നത് ഒരു വിഷമമാണ്. ബട്ട് ഇറ്റ് ഹാസ് എ ഗുഡ് എഞ്ചിൻ അണ്ടർനീത്ത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. റിയർ സ്റ്റൈലിംഗ്, വാട്ട് ഡു യു തിങ്ക്? ഇതൊരു ട്രഡീഷണൽ വളരെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെച്യൂർ ഡിസൈൻ ആയിരുന്നെങ്കിൽ ഇതിൽ കുറേ കൂടി സൂപ്പർബിനോട് സിമിലർ ആയിട്ടുള്ള സ്റ്റൈലിംഗ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു എക്സ്ട്രാ ആദ്യമായിട്ടാണ് ആക്ച്വലി ഇവർ ഈ ടെയിൽ ലൈറ്റിൽ ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ് കൊടുക്കണേ. റിയർ എൻഡ് എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജെൻ ഒക്ടാവിയ നോക്കിയാലും ഭയങ്കര സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കാര്യം തീർത്തു. ലോറയും ഭയങ്കര ബേസിക് ആയിരുന്നു. ദിസ് ഈസ് ഓൾസോ ഒരു ഭയങ്കര പ്ലീസിങ് സിമ്പിൾ സ്റ്റൈലാണ്. ഇതിലാണ് ആക്ച്വലി അവർ കുറച്ച് റിസ്ക്സ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ആംഗുലർ കട്ട്സും ക്രീസസും ഈ ലൈറ്റിൻ്റെ അകത്തൊരു 3 ഡയമെൻഷണൽ എഫക്റ്റ് പോലെ അത് അതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടില്ലേ, കുറേ ട്രയാങ്കിൾസ് ഒക്കെ ഉണ്ട്. രാത്രി കത്തുമ്പോൾ ഭയങ്കര എഫക്റ്റ് ആണ്. ഓക്കെ.
ഇതിനാണ് സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ്. സ്കോഡ എപ്പോഴും മറ്റേ ഗ്ലാസ്സിൽ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസിക്കാണ്. ഐ തിങ്ക് ആ പ്രൊപ്പോർഷൻസും ടൈംലെസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിൽ ഇത്തിരി തെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ ഞാൻ പറയുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് ജോസഫ് കബാൻ ഡിസൈൻ ചെയ്ത, പുള്ളി ഡിസൈൻ ചെയ്ത വേറൊരു ലെജൻഡറി കാർ ഉണ്ട്, ബുഗാറ്റി വെയ്റോൺ. ഓക്കെ, സോ പെഡിഗ്രി കറക്റ്റ് ആയി, പെഡിഗ്രി ഉണ്ട്. സോ ബുഗാറ്റി വെയ്റോൺ ഡിസൈൻ ചെയ്ത ആളെ ഡിസൈൻ ചെയ്തത് എന്നുള്ളത് നമുക്കൊരു പ്രൗഡായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. ബട്ട് ദിസ് വൺ എനിക്ക് ഐ ഡോണ്ട് നോ, ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡിസൈൻ ലാംഗ്വേജ് ആണ് അല്ലേ? ദേ ഹവ് ടേക്കൺ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് അപ്രോച്ച് ടു എവറിത്തിങ് ഓൺ ദിസ്. ഈവൻ പ്രൊപ്പോർഷൻസ് ആയാലും ഡീറ്റെയിൽസ് ആയാലും കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആവണം എന്നുള്ളതും. അപ്പോൾ അതുകൊണ്ട് വെദർ ഇറ്റ് വിൽ ഏജ് വെൽ ആസ് ദിസ് എന്നുള്ളത് വി വിൽ ഹാവ് ടു സീ. ദാറ്റ് ഓൾവേസ് ഡസ്. കാരണം നമ്മൾ സ്കോഡകൾ പണ്ട് വിചാരിക്കും ഇതുപോലെ ഭംഗിയില്ല എന്ന് വിചാരിച്ചാൽ പിന്നീട് നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്. സോ ഇതൊരു കുറച്ച് കാലം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യും. ഐ തിങ്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് വിൽ ഗെറ്റ് ഡേറ്റഡ് മച്ച് ലേറ്റർ ദാൻ അതർ കാർസ് മേ ബി. ഈ ഇവിടെ ഇത്തിരി ബൾക്ക് കൂടിയിട്ടുണ്ട്. അതാണ് എനിക്ക് അവിടെയാണ് ആ ഒരു പ്രൊപ്പോർഷൻ്റെ ആകെ ഒരു പ്രോബ്ലം തോന്നുന്നത്. ഈ ഒരു ഭാഗത്ത് ആ ഒരു പൊക്കം കൂടിയതിൻ്റെ കാര്യം. നമ്മൾ ഒക്ടേവിയ നമുക്ക് എപ്പോഴും ഒരു മസ്കുലർ ഡൗൺ കാറായിട്ടാണ് തോന്നുന്നത്. ഇത് ഇന്ത്യക്ക് വേണ്ടി റേസ് ചെയ്ത സസ്പെൻഷൻ്റെ ഒരു ചെറിയ പ്രശ്നം അതുകൊണ്ട്. ഓക്കെ, സോ രണ്ട് കാര്യം കൊണ്ടാണ് അത്. ഇപ്പോൾ ഇവിടേക്ക് ഇത്തിരി എയർ കൂടുതലുണ്ട്, ഇത്രയും ഗ്യാപ്പൊക്കെ കണ്ടില്ല. അതാണ് ഒരു പ്രൊപ്പോർഷൻ ആകെ ഒരു നമ്മുടെ മനസ്സിനെ ഒന്ന് പറ്റിക്കുന്നു. അത് കുഴപ്പമില്ല, കുറച്ചെല്ലാം കഴിയുമ്പോൾ എല്ലാവരും വണ്ടിയിൽ ഓവർ ചെയ്ത് നല്ല വീലൊക്കെ ഇട്ട് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒക്ടേവിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോച്ച് ബാക്ക് ഡിസൈനാണ്. സെമി നോച്ച് ബാക്ക് എന്ന് പറയുന്ന ഇതൊരു ഹാച്ച് ആണ് ബേസിക്കലി. ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ ആക്ച്വലി ഇതൊരു ഹാച്ച് ബാക്ക് ആണ്. ആൻഡ് ഇതിന്റെ ബൂട്ടിനാണ് ഏറ്റവും വലിയൊരു പ്രാക്ടിക്കാലിറ്റി ഉള്ളത് എന്നും അക്രോസ് ജനറേഷൻ. റൈറ്റ്. ഇപ്പോൾ അതിൻ്റെ ബൂട്ട് തന്നെ ഭയങ്കര വലുതായിരുന്നു. അതിനൊരു 10 ലിറ്റർ കൂടുതൽ സ്പേസ് ഇതിലുണ്ട്. 600 ലിറ്റേഴ്സ് ഉണ്ട്. ദിസ് ഇസ് മാസിവ്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ്. അതെ. ആൻഡ് ഒരു സ്ക്വയർ ബേ ആണ്. ഒട്ടും വേറെ പ്രൊട്രൂഷൻസ് ഇല്ല, ഒന്നുമില്ല. ആൻഡ് കുറെ ചെറിയ ക്ലെവർ ടച്ചസ് ഉണ്ട് ഇതിനകത്ത്. ഈ 4 ടൈ ഡൗൺ ചെയ്യാനുള്ള അതിൻ്റെ കൂടെ നെറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ഈ ബോട്ടിൻ്റെ തന്നെ ലിഡ് ഇറ്റ് ഗോസ് ഓൾ ദ വേ അപ്പ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഹൈറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കണം. ലൈക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ബേസ്മെൻറ്റിലൊക്കെ തുറക്കുമ്പോൾ ഇത് മുകളിലോട്ട് പോകാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്, ഇത്രയും ഹൈറ്റിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിൽ സെറ്റ് ചെയ്യാം. ഇത്തവണ ഇലക്ട്രിക് ക്ലോഷറും ഇതും വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു അങ്ങോട്ട് കൂടെ ഓടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനമൊക്കെ വെക്കാം. അതൊക്കെ അതിൻ്റെ കൂടെ ബണ്ടിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. ഇതിങ്ങനെ എക്സ്റ്റെൻഡബിൾ സാധനം. അത് പണ്ടേ തൊട്ടേ ഫോക്സ്വാഗൻ സ്കോഡയിൽ കൊടുത്തിരുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അതിന് ചെറിയ സ്ട്രാപ്പ് ഉണ്ട് വലിക്കാനായിട്ടും. പിന്നെ കാർഗോ 2 ഏരിയാസ് ഉണ്ട്. അത് ഡിമാർക്ഡ് ആണ് 2 സൈഡ് അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സീറ്റ് ഇവിടെ നിന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സീറ്റ്സ് വിൽ ഫ്ലിപ്പ്. ആൻഡ് ഇതാണ് മറ്റേ ട്രേ സാധനങ്ങൾ, വെറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. 2 ബൂട്ട് ലൈറ്റ്സ് ഉണ്ട്. 2 ബൂട്ട് ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ തന്നെ ഇതൊക്കെ ഒരു ട്രേ ഒക്കെ ഉണ്ടാക്കിയ ടൂൾസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നല്ല നീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. വെരി ട്രൂ. വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ കണ്ടോ, സബ്വൂഫർ അവിടെയാണ് മൗണ്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, കാൻറ്റോൺ ഓഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ സബ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. വെരി നൈസ്. സ്പേസ് സേവർ ആണ്. 125 70 80. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാർട്ട് ഓഫ് ദ മാറ്റർ ഇപ്രാവശ്യത്തെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ് ഡീസൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ എഞ്ചിൻ ആക്ച്വലി ഇറ്റ് ഹാസ് വെരി ബിഗ് ഷൂസ് ടു ഫിൽ. ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയ ഒരു ലെജൻഡറി പേരും ആ ഒരു മൈലേജും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ എഞ്ചിനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രോളിക് ഷോക്സ് ഒക്കെ ഉണ്ട്. വെരി ഗുഡ്. ഇതാണ് പുതിയ എഞ്ചിൻ. 2 ലിറ്റർ ആണ്. കഴിഞ്ഞ ജനറേഷനിലൊക്കെ നമുക്ക് 1.4ഉം 1.8ഉം ആണ് കിട്ടിയത്. യെസ്, 2 ലിറ്റർ RS കിട്ടി. 2 ലിറ്റർ RS കിട്ടി. ഇത് RSൻ്റെ എഞ്ചിൻ അല്ല. അത് ഈ ട്രിപ്ലേറ്റിൻ്റെ തന്നെ ഒരു ഇത്രയും കൂടി അഡാപ്റ്റഡ് ഒരു വേരിയൻ്റ് ആണ്. കുറച്ചും കൂടി ലോങ്ങർ സ്ട്രോക്കാണ്. ഓക്കെ, ടോർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർബിൻ്റെ എഞ്ചിനായിട്ട് സിമിലർ. സൂപ്പർബിന്, ടിഗ്വാൻ ഓൾ സ്പേസിന്, Audi A4 എഞ്ചിൻ ഇപ്പോൾ സ്റ്റാൻഡേർഡ് എഞ്ചിനാണ് ഇപ്പോൾ ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ. ഓക്കെ, ഡീസൻറ്റ് എഞ്ചിനാണ്. 4 സിലിണ്ടർ ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. 190 bhp, 320 Nm. നോട്ട് ബാഡ്. കാരണം കുറച്ച് കാലം മുന്നേ വരെ നമ്മൾ RSൻ്റെ പവറാണ് ഈ പറയുന്നത്. അതെ. അപ്പോൾ സ്റ്റിൽ വെരി ഗുഡ് ആക്ച്വലി. എഞ്ചിൻ വലിയ കുഴപ്പമില്ല. എഞ്ചിൻ ബേൽ ആക്ച്വലി കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാം നല്ല കവർഡപ്പാണ്. എല്ലാം നീറ്റാണ്. പ്ലാസ്റ്റിക് ട്രിം എല്ലാം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കൽ വാഗ് ഗ്രൂപ്പിന്റെ ആ ഒരു ഇതിലാണ് നീറ്റ്നെസ് കാണേണ്ടത്. അണ്ടർവുഡ് ഇൻസുലേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉണ്ട്. അതർവൈസ് നമുക്കിത് കാണുന്നേക്കാളും കൂടുതൽ ഓടിച്ചു നോക്കിയിട്ടാണ് നമുക്ക് ഇതിന്റെ റിവ്യൂ കറക്റ്റായിട്ട് പറയാം. ഫസ്റ്റ് ഇംപ്രഷൻസ് ആക്ച്വലി കൊള്ളാല്ലേ? കൊള്ളാം. ആ ഒരു ട്രിമ്മും കാര്യങ്ങളും എല്ലാം നന്നായിട്ട്. എനിക്ക് കളർ കോമ്പിനേഷൻ ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടമായില്ലേ? ഒരു ഡിഫറെന്റ് സോർട്ട് ഓഫ് ബേജ്. കൊള്ളാം. പ്യുവർ വൈറ്റ് അല്ല, വെറും ബേജ് അല്ല. രണ്ടിന്റെ ഇടയിൽ ഒരു ക്രീമാണ്. കുറെ ടെക്സ്ചേഴ്സ് ഉണ്ട്. സാധാരണ നമ്മൾ ഒരു ഒക്ടേവിയയുടെ ഇന്റീരിയറിൽ കാണാത്തതാണ് ഇത്ര അധികം ലൈൻസും ക്രീസസും കാര്യങ്ങളെല്ലാം.
നന്നായിട്ടുണ്ട്. ഡാഷ്ബോർഡിന്റെ ഡിസൈൻ ഒക്കെ കണ്ടില്ലേ, കുറച്ചൊരു പുതിയ അവരുടെ ഇലക്ട്രിക് കാർ റേഞ്ച് ഐഡിയുടെ ഒക്കെ സിമിലർ ഡിസൈനാണ്. ഫിനിഷ് ഉണ്ട് ഇവിടെ AC വെന്റിലും ഗിയർ ലിവറിലും. കോൺട്രവേഴ്ഷ്യൽ 911 ഗിയർ ലിവർ. 92 ഇത് വന്നപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞെങ്കിലും ഇത് ഉപയോഗിച്ച് നല്ല രസമായിരുന്നു. കാരണം ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് മാറ്റണമെങ്കിൽ മറ്റേ ഇങ്ങനെ മാറ്റുന്നത് വലിയ മാനുവലി ആണെന്നൊക്കെ വിചാരിക്കണം, ഒരു ആവശ്യമില്ല. ഈ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ബൈ വയർ തന്നെയാണ് ഏറ്റവും രസം. ഓട്ടോ ഹോൾഡ് ഉണ്ട്. അതുപോലെ ഈ ഇതിന്റെ ഒക്കെ ഈ ഡിസൈൻ ഓവറോൾ എങ്ങനെയുണ്ട്? ഓക്കെ, മിനിമലിസ്റ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പാനൽ അത്ര ഹൈ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. കാര്യം ഇവിടെ ഈ നേൾഡ് ഫിനിഷ് ഇവിടെ ബ്ലാക്ക് വന്നിരിക്കുന്നത്, അത് അവിടെയും കൂടി ഈ ഒരു ഡയമണ്ട് മെഷീൻ ഫിനിഷ് കൊടുത്തിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായേനെ. അതുപോലെ ഓഡിയോ കൺട്രോൾസ് ഇങ്ങനെ സ്ലൈഡർ ആക്കി മാറ്റി. ഇതിന്റെ AC കൺട്രോൾ എവിടെ? AC കൺട്രോൾ ആണ് ഇത്തിരി ബുദ്ധിമുട്ട്. നമ്മൾ ആദ്യം ഈ ബട്ടൺ പ്രസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് AC എടുത്തിട്ട് ഇങ്ങനെ മാറ്റണം. ആവശ്യമുണ്ടോ? അല്ല, ഒരു സ്റ്റെപ്പ് അത് കൂടുതൽ വന്നിട്ടുണ്ട്, ഒരു ആവശ്യമില്ല. ഒരു സ്റ്റെപ്പ് ഒന്നുമല്ല, 3 സ്റ്റെപ്പായി. മറ്റേത് വെറുതെ ഒരു നോബ് തിരിച്ചാൽ മതി. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു സ്കോഡയ്ക്കും ഫോക്സ്വാഗനൊക്കെ പറഞ്ഞ പോലെ കാര്യം അറിയേണ്ടതാണ്. കാരണം എല്ലാവരും യൂസ് ചെയ്യണം, ഇമീഡിയറ്റ്ലി നോക്കേണ്ട കുറെ സാധനങ്ങൾക്കൊന്നും ഇങ്ങനെ മാറ്റാൻ പാടില്ല. അതായത് വോളിയം കൺട്രോൾ തന്നെ ഇത് ഇത്തിരി ഇഫിയാണ്. നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ വോളിയം മാറണമെന്നില്ല, ചില സ്ഥലത്ത് സെൻസ് ഇല്ല. ഇത് ഇങ്ങനെ മാനുഫാക്ചേഴ്സ് എല്ലാം ആവശ്യമില്ലാണ്ട് സ്വിച്ചസ് കുറച്ചെല്ലാം ടച്ച് സ്ക്രീനിലാക്കാൻ നോക്കുന്നത് ഒരു ബാഡ് ട്രെൻഡാണ്. ആദ്യം ഷോറൂമിൽ വണ്ടി കാണുമ്പോൾ വാവെന്ന് പറയും, പക്ഷെ അത് കൊണ്ടുപോയി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ശരിയല്ല എന്നുള്ളത്. അതെ. പക്ഷെ അതല്ലാണ്ട് സീറ്റ്സ് ആർ വെരി നൈസ്. ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഈ സൈഡിലെ പാഡിംഗ് ഒക്കെ കണ്ടില്ലേ, കുറച്ചാലും മുന്നേ ഇതൊരു അറസീറ്റാണ്. അതെ, വേറൊരു കളറിലാണ് നമുക്ക് സീറ്റ് ആയിട്ട് തോന്നിയത്. അത് മാത്രമല്ല അണ്ടർ തൈ സപ്പോർട്ട് ഭയങ്കര നല്ലതാണ്. കറക്റ്റ് ബോൾസ്റ്ററിംഗ് ആണ് എല്ലായിടത്തും. രണ്ട് സൈഡും അവിടെ മെമ്മറിയും ഉണ്ട്. രണ്ട് സൈഡിലും മെമ്മറി ഉണ്ട് വിത്ത് ഫുൾ ഇലക്ട്രിക്. സ്വിച്ച് ഓഫ് യുവർ ഗേൾഫ്രണ്ട്സ് ക്യാൻ ഹാവ് വൺ മെമ്മറി സെറ്റിംഗ്. അതേപോലെ ഇതിൽ കുറെ അങ്ങനത്തെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. ടച്ച് സെൻസിറ്റീവ് ആണ്. അതിന്റെ ചുറ്റും ഒരു ലൈറ്റ് ഒക്കെ കൊടുത്തേക്കണം, ഓൾമോസ്റ്റ് ഒരു സ്റ്റുഡിയോയിലേക്ക് ഉള്ള ലൈറ്റ് പോലെ. ഇത് രാത്രി കത്തും. നല്ല ഭംഗിയാണ്. ഓക്കെ, സർപ്രൈസിംഗ്ലി ഇതിന്റെ ഉള്ളിൽ റബ്ബർ ലൈനിങ് ആണ് കൊടുത്തത്. ഗ്ലോ ബോക്സിന്റെ അകത്ത് ഫെറ്റ് ലൈനിങ് ഉണ്ട്, ഈ ഡോർ ട്രിംസിന്റെ അകത്ത് ഫെറ്റ് ലൈനിങ് ഉണ്ട്. ഗ്ലോ ബോക്സിലുണ്ട്. പക്ഷേ ഇവിടെ അത് പോയിട്ടുണ്ട്. കാണാത്ത ഭാഗങ്ങളിൽ കുറച്ച് കോസ്റ്റ് കട്ടിങ് കാണുന്നുണ്ട്. കോസ്റ്റ് കട്ടിങ് അല്ല, ഒരു തരത്തിൽ നല്ലതാണ്. കാരണം റബ്ബർ ഇത് കൊടുത്തേക്കണോണ്ട് മറ്റേ ഫെൽറ്റ് ആണെങ്കിലും കണ്ണട അങ്ങനെ കൂടെ മൂവ് ചെയ്യും. ഈ റബ്ബർ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടിരിക്കും എന്നുള്ളതായിരിക്കാം മേ ബി അവരുടെ ലോജിക്. ഓക്കെ, ബട്ട് ഓവറോൾ കൊള്ളാം, ഒരു പ്ലീസിംഗ് ആണ്. സ്ക്രീൻ വലിയ കുഴപ്പമില്ല. ടച്ച് സ്ക്രീൻ കുഴപ്പമില്ല. ഇന്റഗ്രേഷൻ ഇതിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവർ AC വെന്റ്സ് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കിയിട്ട് ടച്ച് സ്ക്രീൻ വലുത് വെച്ചതുകൊണ്ട് നമ്മുടെ കിയൊക്കെ പോലെ ഇങ്ങനെ മുകളിലോട്ട് ഇറ്റ്സ് നോട്ട് ബ്ലോക്കിംഗ് യുവർ വിഷൻ. നാച്ചുറൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പൊസിഷനിങ് കൊള്ളാം, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ AC വെന്റ്സ് കുറച്ചും കൂടി താഴേക്ക് പോയി. നമുക്ക് മുഖത്തോട്ട് കാറ്റടിക്കണമെങ്കിൽ ഇത് മാക്സിമം പൊക്കി വെക്കണം. ഒരു ഡ്രോബാക്ക് ഉണ്ട് അതുകൊണ്ട്. പക്ഷെ അവർ ബേബി പറയണത് അത്ര പെട്ടെന്ന് തണുക്കുന്നതായിരിക്കും. അതായിരിക്കാം. വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല അല്ലേ? വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല. ഇതിന്റെ ഈ സൺറൂഫ് ഇല്ല. ശരിക്കും ഈ റൂഫ് ഡിസൈൻ ചെയ്തേക്കുന്നത് സൺറൂഫിന് പറ്റാത്ത രീതിയിലാണ്. ഈവൻ പുറത്ത് ഇന്റർനാഷണൽ സൺറൂഫ് ഇല്ല. പുറത്ത് എസ്റ്റേറ്റിനുണ്ട്, ഈ സെഡാൻ വേർഷൻ ഹാച്ച്ബാക്കിന് ഇല്ല. ദാറ്റ്സ് സ്ട്രേഞ്ച്. അത് എസ്പെഷ്യലി പുറത്ത് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇന്ത്യയിൽ പക്ഷെ എന്നാലും അവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്നുള്ളത്. ഫോക്സ്വാഗൻ അങ്ങനെ ഒരു സാധനം വരേണ്ട കാര്യമില്ല. ഇത് അവർക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ അവർ വേണ്ടെന്ന് കോൺഷ്യസ് ഡിസിഷനാണ്. കുറെ ഡിസിഷൻസ് നമുക്ക് ലോജിക്ക് മനസ്സിലാവില്ല പല കാർ കമ്പനിക്കാരുടെയും. സ്റ്റിയറിംഗിന്റെ താഴത്ത് ഈ റോഡ് മിസ്സിംഗ് ആയത് ഒന്നുണ്ട്. അത് അവർ ഫുൾ മിസ്സിംഗ് ആയിട്ട് ഇവർ ഈ ഒരു മുഴപ്പില്ലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ഓർമ്മിപ്പിച്ചു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, പകുതി കട്ട് ചെയ്ത് കളഞ്ഞേക്കാണെന്നുള്ളത്. പക്ഷേ റോളേഴ്സ് ഇഷ്ടമായിട്ടോ, അത് നല്ല രസമുണ്ട്. അത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ നേൾഡ് ഫിനിഷ് ഉണ്ട്, അത് തിരിക്കാൻ മാത്രമല്ല അത് കഴിഞ്ഞ് പ്രസ് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി കൂടി ഉണ്ട്. ബട്ട് ഈ ഡോർ ഹാൻഡിൽസ് ഒക്കെ കറക്റ്റ് കയ്യിലോട്ടാ വരുന്നത്. പൊസിഷനിങ് അതെല്ലാം നല്ലതാണ്. ആൻഡ് യു ഇൻസ്റ്റന്റ്ലി ഫീൽ കംഫർട്ടബിൾ. നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജനറേഷൻ ഒക്ടാവിക്കും ഉള്ള ഒരു ക്വാളിറ്റിയാണ്. ജെലിയുടെ സീറ്റിംഗ് പൊസിഷൻ പോലും അല്ല, എന്നിട്ടും കൂടി അത് കംഫർട്ടബിൾ ആണ്. അതെ, ഐ ആം ലൈക്ക് റെഡി ടു ഗോ. വേറെ കൂടുതലൊന്നും നോക്കാനില്ല എന്നുള്ളൊരു മട്ടില്ല. അപ്പൊ നമുക്ക് പോയാലോ? കമോൺ. എഞ്ചിൻ നല്ല സ്മൂത്ത് അല്ലേ? വെരി എഞ്ചിൻ ഓൺ ആയിരുന്നില്ലേ? ആക്ച്വലി ഫണ്ണാണ്. കൊള്ളാല്ലേ? എനിക്ക് ഡ്രാമയൊന്നും ഇല്ല കേട്ടോ. ഡ്രാമയൊന്നുമില്ല അല്ലേ? ഓക്കെ. ഈവൻ ദോ ഐ തിങ്ക് യുവർ എനിക്ക് അത്യാവശ്യം ഫൺ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഐ തിങ്ക് ഈ എൻജിൻ നമ്മൾ പറയുമോ ഇപ്പോൾ മറ്റേ 2 ലിറ്റർ ഇപ്പോൾ മറ്റേ പഴയ ഈ ട്രിപ്പിൾ പോലത്തെ ഫണ്ണൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. എഞ്ചിൻ അത്ര ഹാപ്പി അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇറ്റ് സ്റ്റിൽ ഈസ്
ഗുഡ് പെർഫോമൻസ്. കാരണം ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ പഴയ ഒക്ടാവിയ RS-ലൊക്കെ ഉണ്ടായിരുന്നതിന്റെ അത്രയും തന്നെ പവർ ഏകദേശം ഉണ്ട്. 190 bhp എന്ന് പറഞ്ഞാൽ വലിയ മോശമല്ല. 320 Nm ഉണ്ട്. അതെ. ആൻഡ് ഈ ഗിയർ ബോക്സ് അടിപൊളിയാണ്. നമുക്ക് ആ 7 സ്പീഡ് മറ്റേ DQ200 പോലെ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പേടിക്കേണ്ട DQ381 എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. അത് വെറ്റ് ക്ലച്ച് ആണ്. നമ്മൾ RS-ന് 245 വന്ന ഗിയർ ബോക്സ് ആണ്. ഓൾമോസ്റ്റ് അതിന്റെ സെയിം ഫാമിലിയാണ്. സോ RS 245 people have been pushing to 400 bhp. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആൻഡ് പാഡിൽസ് ഒക്കെ ഇത്തിരി കൂടി ക്വിക്ക് ആണ് കേട്ടോ. ചെറിയൊരു ബ്ലിപ്പും ഉണ്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ത്രോട്ടിൽ തന്നെ. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് ആണ്. കോർണേഴ്സ് എക്സിറ്റ് ചെയ്യുമ്പോൾ കൊള്ളാം. ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത് സീറ്റിൽ ആയിട്ട് അറിയുന്നില്ല, ബട്ട് ഐ നോ ദാറ്റ് ദ കാർ ഈസ് ഗോയിങ് ക്വൈറ്റ് ഫാസ്റ്റ്. നമ്മുടെ പാസഞ്ചറിനെ നല്ലോണം ഇത് ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള കോർണേഴ്സിലൊക്കെ ഒരു രസമുണ്ട്. ഉള്ളതിൽ ഏറ്റവും നല്ല ഫ്രണ്ട് വീൽ ഡ്രൈവുകളിലൊന്നാണ് ഈ വണ്ടി. ടയേഴ്സ് മോശമാണ്. ഈ ഗുഡിയർ അഷുറൻസ് ഈ വന്ന ടയർ 205 സെക്ഷനേ ഉള്ളൂ. ഐ തിങ്ക് ഈ കാറിന്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് ഒരു 225 ഒക്കെ കൊടുക്കേണ്ടതാണ് ശരിക്കും. ഈ ടയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ മാനുഫാക്ചറേഴ്സ് ഇങ്ങനെ കാശ് ലാഭിക്കാൻ നോക്കുന്നത്. കാര്യം ഇത്രയും അവര് അതിൻ്റെ അകത്ത് ബാക്കി എല്ലാം എഞ്ചിനീയർ ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ടയേഴ്സിൽ കൊണ്ടുപോയി അവര് കാശ് ലാഭിക്കാൻ നോക്കും. അപ്പൊ ചെയ്ത എഫേർട്ട് ബാക്കിയുള്ളതിന്റെ എല്ലാം പോകും. അങ്ങനെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട് അതിന്. റൈഡ് അത്യാവശ്യം നല്ലതാണ്. ഇവര് റെക്കമെൻഡ് ടയർ പ്രഷർ ഭയങ്കര പ്രശ്നമാണ്. അത് 38 കണ്ടോന്നു. അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കംഫർട്ടബിൾ ആയി വണ്ടി. ഒരു ചെറിയൊരു അണ്ടർലൈങ് സ്റ്റിഫ്നെസ് ഉണ്ട്. അത് ഈ യൂറോപ്യൻ വണ്ടികളുടെ എസ്പെഷ്യലി ഈ ലോറ ഒക്ടാവിയ എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരു സംഭവം. ഇത് ഹാർഡ് റൈഡ് അല്ല, പക്ഷെ എവിടെയോ ഒരു ചെറിയൊരു സ്റ്റിഫ്നെസ് നമുക്ക് അറിയാം സ്റ്റിഫ് ആണെന്നുള്ളത്. പക്ഷെ ഇറ്റ്സ് നോട്ട് അൺകംഫർട്ടബിൾ. ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം രസമാണത്. നമുക്ക് സീറ്റിലല്ല അറിയുന്നത്, നമുക്ക് കാലിലാണ് ചെറുതായിട്ട് ആ ഒരു സ്റ്റിഫ്നെസ് അറിയുന്നത്. ബട്ട് അതർവൈസ് ഇറ്റ് സീംസ് ക്വൈറ്റ് കംഫർട്ടബിൾ. ഹാൻഡ്ലിംഗ് ഒക്കെ കൊള്ളാം. സ്റ്റിയറിംഗ് ഫീല് അതിപ്പോ എല്ലാ മിക്കവാറും VAG-കൾക്കൊക്കെ ഇപ്പോൾ ഒരു പ്രശ്നമാണ്. സ്റ്റിയറിംഗും ഒരു ഫീലൊന്നും ഇല്ല. നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ ഭയങ്കര കുറവാണ്. ആക്യുറേറ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഫീൽ ഒന്നുമില്ല. നമുക്ക് എന്താ വീൽസ് എന്താ ചെയ്യണമെന്ന് മനസ്സിലാവും. തുടങ്ങിയ ഒരു ട്രെൻഡ് ആണ്. അതാണ് അത് ഇങ്ങോട്ട് ഫിൽറ്റർ ഔട്ട് ചെയ്ത് ഇതിലേക്ക് വന്നു എന്നുള്ളതാണ്. നേരെ തിരിച്ച് പോർഷയുടെ ട്രെൻഡിങ്. പക്ഷെ അവിടെയാണ് ഫോക്സ്വാഗൻ ഗ്രൂപ്പിന് പറയേണ്ടത്. ഈ കാർ ആസ് എ ഡിഫറെന്റ് ക്യാരക്ടർ. അത് ഇപ്പോൾ ബെൻലിയുടെ ക്യാരക്ടർ അല്ല. ഫ്ലാഗ്ഷിപ്പ് ഫോക്സ്വാഗൻ ആണെങ്കിലും ഓഡി ആണെങ്കിലും അല്ല, ഈവൻ സ്കോഡയും ഫോക്സ്വാഗൻ എടുത്താൽ പോലും അതിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഹൗ ദേ ആർ പ്രോഗ്രാംഡ് ആൻഡ് ഹൗ ദേ ആർ ഡിസൈൻഡ് ടു റൺ. And this drives well. As a wheel ടയർ മാറണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ടയർ ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ 90% അത് മാറ്റേണ്ടി മതിയാവും. എല്ലാവരും ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരിക്കും. നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ബട്ട് അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു നോയ്സ് കേൾക്കണില്ല. ഒന്നുമില്ല. പുറത്ത് എന്താ സംഭവിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അത് ഒരു വേറൊരു ട്രെയിനിൽ പോണ പോലെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം എവറിത്തിങ് ദാറ്റ്സ് ഔട്ട്സൈഡ്. ഈ എഞ്ചിന്റെ റിഫൈൻമെന്റ് അടിപൊളിയല്ലേ? കാരണം റിവ് ചെയ്താലും നോക്കി അവിടെ ഉണ്ട്. പക്ഷേ അറിയുന്നില്ല. മേ ബി ഇത്തിരി കൂടി ലൗഡർ വണ്ടി ആയിരിക്കും കുറച്ചുകൂടി എന്തൂസിയാസ്റ്റുകൾക്ക് ഇഷ്ടം. ഇതിന് സ്പോർട്ട് മോഡൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സസ്പെൻഷൻ ട്യൂണിങ്ങും സ്റ്റിയറിംഗ് ലോഡും ഒക്കെ ഇത്തിരി മാറി. സ്റ്റിയറിംഗ് ഇത്തിരി ലൈറ്റ് ആണ്. ഡ്രൈവിൽ ഗിയർ ബോക്സ് മോഡ് മാത്രം സ്പോർട്ട് ഇടാൻ വേണമെങ്കിൽ അങ്ങനെ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്ടായി. എഞ്ചിൻ അത്യാവശ്യം റിവ് ഹാപ്പി ആണ്. ഓൺലി തിങ് അധികം റിവ്സ് ഇല്ല. 6000 RPM റെഡ് ലൈൻ. പഴയ 1.8 TSI ഇത്തിരി കൂടി റിവ് ചെയ്യായിരുന്നു. ഒരു 6500 വരെയൊക്കെ പോയിരുന്നു. ഈ ലോങ് സ്ട്രോക്ക് ആയതുകൊണ്ട് ഇതിനും അധികം പക്ഷെ അതിന്റെ ആവശ്യമില്ല. അധികം ലോ എൻഡ് പവറും കാര്യങ്ങളും ടോർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറെ കൂടി റിവ്സ് ഉണ്ടെങ്കിൽ ഇത്രയും കൂടി പ്ലേഫുൾ ആയിരിക്കും. അത് ദാറ്റ് മൈ ഇത്രയും കൂടി ഒരു എന്റർടൈനിങ് അതൊരു പോയിന്റ് ആണ്. പക്ഷെ അതല്ലാണ്ട് എനിക്ക് ഇതിന്റെ മിഡ് റേഞ്ച് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈവൻ നമ്മൾ നല്ലോണം ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ റോഡിൽ അൺഡുലേഷൻസിലൊക്കെ കാർ നല്ല സെറ്റിൽഡ് ആണ്. അതാണ് പെട്ടെന്ന് സെറ്റിൽ ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ഇത് കഴിഞ്ഞാലും ഒരു പമ്പ് കഴിഞ്ഞാലും. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചും കൂടി നല്ല റോഡ്സിൽ പുഷ് ചെയ്തപ്പോൾ മിഡ് കോർണർ ബംപ്സ് ഒന്നും അഫക്ട് ചെയ്യുന്നേ ഇല്ലേ കാർ. സോ ദാറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു പ്രോപ്പർലി ട്യൂൺഡ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഷാസി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. നൈസ്. ആൻഡ് ഇതിനകത്ത് ആസ് എ പാസഞ്ചർ എനിക്കൊന്നും അറിയുന്നില്ല. I think you are having fun, but I am like okay, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ചില്ലായിട്ടിരിക്കുകയാണ്. അതൊരു ഫാമിലി കാർ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതെ.
There is no lateral movement, there is nothing. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതിനകത്ത്. അതുപോലെ ഇതിന്റെ സസ്പെൻഷൻ ഒരു ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ഉണ്ട്. XDS. Okay. സോ ഓടിക്കുമ്പോൾ അറിയുന്നുണ്ടോ? ഓടിക്കുമ്പോൾ അറിയുന്നുണ്ട്. ഇന്നർ വീൽ കുറച്ചും കൂടി ബ്രേക്ക് ചെയ്ത് നമ്മൾ കോർണറിലേക്ക് ഒന്നുകൂടി ടക്ക് ഇൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഐ തിങ്ക് അതുകൊണ്ടാണ് ഒരു ഡ്രാമ ഇല്ലാത്ത. അതാണ് അവിടെ കാര്യം ഞാൻ കോർണർ കാണുന്നുണ്ട്, ഞാൻ സ്പീഡ് കാണുന്നുണ്ട്, അതെ അത് വേറെ കാര്യം. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഡ്രാമ പ്രതീക്ഷിക്കും, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. കാർ ഇസ് ജസ്റ്റ് ഗോയിങ് ആൻഡ് ഗോൺ. നമുക്ക് ഇന്റീരിയറിലെ ഇപ്പൊ നമ്മൾ ഇത്ര ഇരുന്നപ്പോ എനിക്ക് വേറൊരു കാര്യം ഞാൻ കണ്ടത്, ഇതിനകത്തൊരു 12 വോൾട്ട് സോക്കറ്റ് കാണുന്നില്ല. കുറെ USB-C ഉണ്ട്, പക്ഷെ ഒരു സാധാരണ ഒരു USB ഇല്ല, ഒരു 12 വോൾട്ട് സോക്കറ്റ് ഇല്ല. ഇതിപ്പോ ഹോണ്ട പണ്ട് സീരി പ്ലെയർ കളഞ്ഞ പോലെയാണ്. പക്ഷെ അപ്പോഴേക്കും ആർക്കും അത് ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. കുറെ പേരൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ ലൈഡൻ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണല്ലോ ഒരു അഡ്വർടൈസ് ചെയ്യണം. ഐ തിങ്ക് വലിയ കുഴപ്പമില്ല. ഇതുവരെ നമ്മൾ രണ്ടുപേരായിട്ട് കുറച്ച് ബാഡ് റോഡ്സ് ഒക്കെ നമ്മൾ നോക്കി. പക്ഷെ ഇതിപ്പോ ലോങ്ങർ വീൽ ബേസ് അല്ലേ മറ്റേനെക്കാട്ടിലും? അല്ലേ, വീൽ ബേസ് അത്ര കൂടുതലില്ല, ഓവർഹാങ്സ് ആണ് കൂടുതൽ. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. നോക്കാം, കണ്ടിട്ട് കുഴപ്പമില്ല. എല്ലാവർക്കും ഇതൊന്നും പോരാ ഗ്രൗണ്ട് ക്ലിയറൻസ്. എല്ലാവരും ഈ SUV ക്രോസ് ഓവറിലും സ്പോയിൽഡ് ആയി. അപ്പൊ അതുകൊണ്ട് പീപ്പിൾ റിയലി വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതൊരിക്കലും സെഡാനിൽ കിട്ടൂല. പക്ഷെ നമുക്ക് സെഡാനിൽ XUV കിട്ടാത്തത് ഇങ്ങനത്തെ ഹാൻഡ്ലിംഗ് കൂടെ ഉണ്ട്. അത് നമുക്ക് സെഡാനിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇതാണ് ആളുകൾ മിസ് ചെയ്യണത്, ഈ ക്രോസ് ഓവറുകൾ എന്ന് പറഞ്ഞിട്ട്. നമ്മള് ഈ ഒരു പ്ലഷർ അവിടെ ഡിനൈ ചെയ്യപ്പെടുന്നുണ്ട്. പ്രോപ്പർ കാർ നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഇതാണ് കാർ. ഇപ്പൊ നമ്മൾ ആ ടേമേ പറയാറില്ല, കാർ എന്നുള്ളൊരു ടേം പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യുന്ന എല്ലാം ക്രോസ് ഓവർ അല്ലെങ്കിൽ SUV അല്ലെങ്കിൽ കോമ്പാക്ട് SUV അങ്ങനത്തെ സാധനങ്ങളാണ്. അവിടുന്ന് ടു ഹാവ് പ്രോപ്പർ സെഡാൻ ഒരു ഡൈയിങ് സെഗ്മെന്റ് ആണ്. അതെ, ശരിക്കും ബാക്ക് സീറ്റ് നോക്കണ്ടേ? ഓഫ് കോഴ്സ്. ഈ വണ്ടിയിൽ എസ്പെഷ്യലി അത് എക്സ്ട്രാ ഇമ്പോർട്ടന്റ് ആണ്. ബാക്ക് സീറ്റിൽ കയറും. Coming to the most important seat, maybe the second most important seat. പക്ഷേ ഇനീഷ്യൽ ഇംപ്രഷൻസ് കൊള്ളാം, നല്ല പൊസിഷനാണ്. അണ്ടർ തൈ സപ്പോർട്ട് കുഴപ്പമില്ല. ഇവിടെ ചെറുതായിട്ടൊരു എക്സ്റ്റൻഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. സോ അണ്ടർ തൈ സപ്പോർട്ട് ഇസ് ഡീസെന്റ്. ബാക്ക് റെസ്റ്റ് ഒരു ടച്ച് അപ്രൈറ്റ് ആണ്. അതെന്ത് ഈ യൂറോപ്യൻസിന് ഒരിക്കലും അത് അല്ല, ഇത്രയും കാലമായിട്ട് മൂന്ന് ജനറേഷനായിട്ടും ഒക്ടാവിയ ഈ പ്രശ്നമുണ്ട്. അത് ദേ കണ്ടിന്യൂഡ് വിത്ത് ദാറ്റ്. ഇതും സ്ട്രിക്ട് 2 സീറ്റർ ആണ്. ഈ പറഞ്ഞ പോലെ നടുക്കൊരു ട്രാൻസ്മിഷൻ, ഭയങ്കര വലിയ ട്രാൻസ്മിഷൻ ടണലുണ്ട്. പിന്നെ ഓൾ വീൽ ഡ്രൈവ് വേരിയൻസ് ഉണ്ടല്ലോ പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് വെക്കാനായിട്ട്. 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട് ഡോറിൽ. ഈ പൊസിഷനും പക്ഷേ ഈ ഒരു കാര്യമാണ് നമുക്ക് സമ്മതിക്കാണ്ട്. ലൈക്ക് യുവർ ഇൻസ്റ്റന്റ്ലി എവറിത്തിങ് ഇസ് കറക്റ്റ്. എല്ലാ പൊസിഷനും ഡോറിന്റെ പൊസിഷൻ, ബ്ലൈൻഡ്സ് ഉണ്ട്. സോ ദീസ് ഗോ ഓൾ ദ വേ. ചെറുതായിട്ട് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ഫോൾഡബിൾ ആണ്. ഈ സീറ്റ് ഫോൾഡബിൾ ആണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. സാധാരണ ഒരു സെഡാനിൽ നമ്മളിപ്പോ കാണാത്തൊരു സാധനമാണ്. ഫുൾ സീറ്റ് ഫ്ലിപ്പ് ചെയ്തിടാൻ പറ്റും. 60-40 സ്പ്ലിറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ മൊത്തത്തില് കൊള്ളാല്ലേ. ഈ മെറ്റീരിയൽ തോന്നുന്നു ശരിക്കും ഇതാണ് ഈ സീറ്റിന്റെ നടുക്കുള്ള മെറ്റീരിയലാണോ? ഈ സ്വേഡ് മെറ്റീരിയൽ കൊള്ളാം, കാണാൻ നന്നായിട്ടുണ്ട്, ഇരിക്കാനും നല്ല സുഖമുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ വിൽ ബി എ നൈറ്റ് മെയർ തോ. ഈ ഒരു കളറ് കാരണം അല്ലേ, അതൊരു പേടി ഉണ്ട് എനിക്ക്. അതേപോലെ ഈ ഒരു കർട്ടനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കംഫിയാണ് ബാക്കിൽ. ലൈക്ക് വെയിലൊന്നും അടിക്കാനില്ല. റൈഡ് കുഴപ്പമില്ല കേട്ടോ ബാക്കില്. ആക്ച്വലി ഫ്രണ്ടിൽ എന്താ സംഭവിക്കുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. യു ആർ പ്രിറ്റി വെൽ കോസറ്റഡ് ഇൻസൈഡ്. ഈ സീറ്റിന്റെ അടിയിലോട്ട് കാല് പോകുന്നതുകൊണ്ട് നല്ല പൊസിഷനാണ്. നമുക്ക് സ്പേസും അത്യാവശ്യമുണ്ട്. ഈ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിന് വെച്ചിരിക്കുക. ബട്ട് ഐ എം വെരി കംഫർട്ടബിൾ ഹിയർ. വേഗം നല്ല പൊളിയാണ്. ഞാൻ ബാക്കിലൊന്നും അറിയണില്ല. തീരെ ജമ്പി അല്ല കേട്ടോ ബാക്കിൽ. നല്ല റൈഡാണ്. യു ഡോണ്ട് ഫീൽ മച്ച് അറ്റ് ഓൾ. വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും. വലിയ മൂവ്മെന്റ് ഇല്ല. ഇതും പറഞ്ഞ് ഇനിയിപ്പോ എന്നെ പെൻഡുലം പോലെ ആട്ടാനുള്ള പരിപാടിയാണ് എന്റെ. പക്ഷേ ഈ കോർണർ കാണുമ്പോ പേടിയാവുന്നുണ്ട്. ബട്ട് ബാക്കിൽ സത്യമായിട്ടൊന്നും അറിയുന്നില്ല. ആക്ച്വലി ക്വൈറ്റ് നൈസ്ലി ഡൺ. ശരിക്കും ഇല്ല കേട്ടോ.
റിയലി വെരി കാം ആൻഡ് കമ്പോസ്ഡ് ബാക്കിൽ. എനിക്ക് സ്പീഡോമീറ്റർ കാണുമ്പോൾ ഇച്ചിരി പേടിയാവുന്നുണ്ട്. ഞാൻ തിരിച്ച് ഫ്രണ്ടിലോട്ട് വരാം. തേർഡ് ജനറേഷൻ അപേക്ഷിച്ചിന്റെ റോഡ് മാനേഴ്സും ഡ്രൈവിംഗ് ഡൈനാമിക്സ് കുറച്ചും കൂടി ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും ഒരു മെച്ചുവർ വണ്ടി പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇരുന്ന് പോകുമ്പോഴും ഇറ്റ് ഫീൽസ് ലൈക്ക് എ സെഗ്മെന്റ് അപ്പ്. നമുക്കൊരു വേറൊരു വണ്ടി, ഒരു വലിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. അതേപോലെ ഫസ്റ്റ് ജെൻ ഒക്ടാവിയയ്ക്കും സെക്കൻഡ് ജെന്നും മറ്റേ ഓർഗൻ ടൈപ്പ് അല്ലായിരുന്നു അല്ലേ? അതൊരു മിസ്സായി പോയി. അത് അവര് മാറ്റാൻ പാടില്ല. തേർഡ് ജെന്നിലും ഫോർത്തും ഇപ്പൊ എങ്ങനെയാണ് ലാൻസിലോട്ട് പോയിട്ടുണ്ട് അല്ലേ? അതെ, തേർഡും ഫോർത്ത് ജെന്നും അവർ ആ ഓർഗൻ ടൈപ്പ് പെഡൽ കളഞ്ഞത് അതൊരു കോസ്റ്റ് കട്ടിംഗ് മെഷർ ആണ്. പക്ഷെ മറ്റേ പെഡൽ ആക്ച്വലി നമുക്കൊരു ലോങ് ടൈം യൂസ് ചെയ്ത് അവർക്ക് അറിയുള്ളൂ. എസ്പെഷ്യലി ഒരു ലോങ് ഹൈവേ ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ആ ഓർഗൻ ടൈപ്പ് പെഡലിന്റെ ശരിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അറിയാൻ പറ്റും. ഈ ഡാഷിന്റെ ഈ സ്വേഡ് മെറ്റീരിയൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കറിയില്ല, ജെനുവിൻലി അത് ഓക്കെ. എനിക്ക് ഈ സീറ്റുമില്ലുള്ളത് ഇപ്പൊ ഒരു വല്ല പേനയുടെ മാർക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കളയാൻ വലിയ പാടായിരിക്കും. പറ്റില്ല. ഇത്രയും നല്ലൊരു വണ്ടിയിൽ ഇത്രയും പ്രീമിയം ഇന്റീരിയർ ഒക്കെ വെച്ചിട്ട് അതെങ്ങനെ നമ്മൾ റീഡു ചെയ്യാനും പറ്റില്ല. അതൊരു ആക്ച്വലി ഭയങ്കര ഒരു ബാഡ് കളർ കോമ്പിനേഷൻ ഓപ്ഷൻ ആണ്. അത് കളറിനേലും കൂടുതൽ മെറ്റീരിയൽ, അതാണ് എന്റെ പ്രശ്നം. പക്ഷെ എനിക്ക് മെറ്റീരിയൽ ഇഷ്ടം. മെറ്റീരിയൽ നല്ലതാണ്. ബ്ലാക്ക് ആയിരുന്നെങ്കിൽ വളരെ നല്ല ആവുണ്ടാണ്. അതെ, ഈ സാധനം നമ്മൾ കീപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലീൻ ആയിട്ട് കാര്യം ഇപ്പൊ നമ്മളിപ്പോ ഏത് സ്കോഡ റാപ്പിഡോ അല്ലെങ്കിൽ നമ്മുടെ വെന്റോ എന്തെടുത്താലും അതിന്റെ ബേജ് ഇന്റീരിയറിൽ കാണാം ഒരുപാട് എല്ലാവരുടെയും വണ്ടിയിലുണ്ട്. അത് വെറും ക്ലോത്ത്. സോ യു ക്യാൻ ഇമാജിൻ വാട്ട് ദിസ് വിൽ ബി. എനിക്ക് സീറ്റിനെക്കാട്ടിലും പേടി എൻ്റെ ഡാഷ് ആണ്. കാര്യം ഹൗ ഡു യു കീപ് ദിസ് ക്ലീൻ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. കാര്യം വേറെ എൻറ്റയർ ഡെയിലി ഇപ്പൊ നമുക്ക് ബേജ് ഡാഷ്ബോർഡുള്ള ഒരു വണ്ടി ഓൺ ചെയ്യുമ്പോൾ അറിയാം അത് എന്ത് വന്നാലും അതിനകത്ത് ചളി കയറും. അപ്പൊ അത് ഒരു വല്ലാത്തൊരു സ്കേറി ഒരു തോട്ടാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫോർത്ത് ജെൻ ഒക്ടാവിയയുടെ ഒബ്സർവേഷൻസ്. വില മാത്രമാണ് ഒരു ചെറിയൊരു പ്രശ്നം. അവിടെ വേറൊരു കാര്യം കൂടി പറയേണ്ടതുള്ളത്, ഇതിനേലും ചീപ്പറാണ് സൂപ്പർ സ്പോർട്ട് ലൈൻ. ഓക്കെ, ആഫ്റ്റർ ഓഫേഴ്സ് അല്ലേ? ഓ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അത് ഒരു നല്ലൊരു ബൈയാണ്. ഇത് വന്നതിന് ശേഷം ആക്ച്വലി സൂപ്പർ സ്പോർട്ട് ലൈനിന്റെ സെയിൽ കൂടിയിട്ടുണ്ടെന്ന് പ്രൈവറ്റ് ഡീലർമാർ പറഞ്ഞാണ്. That's also a very competent product. പക്ഷെ ഇത് മേടിക്കേണ്ടവർ ഇത് മേടിക്കും. കാരണം സെൽഫ് ഡ്രിവൺ ആണെന്നുണ്ടെങ്കിൽ, പ്രൈമറിലി ഒരാൾ ഓണർ ഓൺലി ഡ്രിവൺ വണ്ടിയാണെങ്കിൽ ദിസ് മേക്സ് സെൻസ്. ബാക്ക് സീറ്റും കൂടി വേണം ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ. ബാക്ക് സീറ്റ് ഇതിന്റെ ഒട്ടും മോശമല്ല. പക്ഷെ ആ ഒരു എക്സ്പാൻസ് ഒരു ബാക്ക് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർബ് എടുക്കാം. പക്ഷെ എങ്കിലും എനിക്കറിയാം കുറെ പേര് who will not want such a large car. എസ്പെഷ്യലി ഇപ്പൊ മെട്രോസിലൊക്കെ ആണെങ്കിൽ ഇത് പകുതി അപ്പാർട്ട്മെന്റിന്റെ അകത്ത് പാർക്ക് ചെയ്യാനായിട്ടും അതിന്റെ അഡ്വാൻറ്റേജും, അതേപോലെ അല്ലാണ്ടും ഡെയിലി കൂടുതൽ സിംഗിൾ ആയിട്ട് ഓടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു സ്മോളർ കാറാണ് പ്രിഫർ ചെയ്യുക. ഇതിപ്പോ മെർസിഡീസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇത് സി ക്ലാസും മറ്റേത് ഇ ക്ലാസും ആണ്. അതെ, അത് സി എൽ അല്ല, വില കൊണ്ട് നോക്കി ഇപ്പൊ സി എൽ ഇതിനേലും മുകളിലാണ്. പക്ഷെ എന്നാലും ഐഡിയലി ആലോചിക്കുകയാണെങ്കിൽ സെൽഫ് ഡ്രിവൺ ഒരു പർപ്പസിന് വേണ്ടിയുള്ള ലക്ഷറി കാർ എന്നുള്ള രീതിയിൽ ഇതാണ് സി ക്ലാസിന്റെ റോൾ ചെയ്യണം. അതെ, അതാണ് ഈ ക്ലാസിന്റെ റോൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിനും ഇതിന്റേതായ ഒരു ക്ലയന്റേൽ ഉണ്ട്, ഇതിന്റേതായ ഒരു വേസ് ഉണ്ട്. ആൻഡ് ഫോർ ദം ഐ ഫീൽ ഇറ്റ്സ് എ നൈസ് കാർ അല്ലേ? വെൽ ബിൽറ്റ്, വെരി റിഫൈൻഡ്, വെരി കംഫർട്ടബിൾ. അത്യാവശ്യം നല്ല എക്വിപ്മെന്റ് ഉണ്ട്. സ്റ്റൈലിംഗ്, ഫ്യൂച്ചർ പ്രൂഫ് എന്ന് പറയാൻ വേണമെങ്കിൽ. കുറച്ച് കാലം കഴിയുമ്പോൾ ഐ തിങ്ക് വിൽ ഓൾ ഗ്രോ ടു ലൈക്ക് ഇറ്റ് മോർ. അപ്പോൾ ആ ഒരു കാര്യം, ഇന്റീരിയേഴ്സ് ആർ വെരി നൈസ്, വെരി വെൽ ബിൽറ്റ്. സൂക്ഷിച്ച് ഓടിച്ചാൽ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഓടിക്കുമ്പോൾ വി ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഗുഡ്. സിംഗിൾ ഡിജിറ്റിലേക്ക് പോയി. പക്ഷേ എന്നാലും നമ്മൾ ട്രാഫിക്കിലും ആണെങ്കിലും നേരത്തെ ഓടിച്ചപ്പോൾ അത്യാവശ്യം എഫിഷ്യന്റ് എഞ്ചിൻ ആണ്. ഓൺലി തിങ് ഭയങ്കര ഡിപെൻഡന്റ് ഓൺ യുവർ ഡ്രൈവിംഗ് സ്റ്റൈൽ എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് എനിക്ക് ഇന്റീരിയേഴ്സ് വൈ ഇറ്റ് ലുക്സ് ഗുഡ്, എനിക്കിത് ലോങ് ടേം മെയിൻ്റെനൻസ് കുറച്ച് കെയർ എക്സ്ട്രാ എടുക്കേണ്ടി വരും, കുറച്ച് ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ ഈ മെറ്റീരിയലും ഈ ഒരു കളറിന്റെയും കൂടെ. പക്ഷെ അതല്ലാണ്ട് ഇറ്റ്സ് ആക്ച്വലി എ നൈസ് കാർ അല്ലേ? കുറെ പേര് വിൽ ഡെഫിനറ്റ്ലി മിസ് ദ വെന്റിലേറ്റഡ് സീറ്റ്സ്. പക്ഷേ ഐ തിങ്ക് ഇതിന്റെ എ സി വലിയ കുഴപ്പമില്ല. ഒരു തരത്തിൽ നമുക്ക് അതായിട്ട് യൂസ്ഡ് ആവാം. ഇപ്പോഴല്ലേ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയത്. അതെ, പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ഈ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ക്രിട്ടിക്കലാണ്. പക്ഷെ ഇതിന് കുറെ ഇതുവരെ സാധാരണ കൊടുക്കാത്ത അത്ര എക്യുപ്മെന്റ്സ് ഇത്തവണ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് യുവർ സീറ്റിന് മറ്റേ മെമ്മറി ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാ ഡോറിനും റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. സാധാരണ ഫ്രണ്ടിൽ മാത്രം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഡ്രൈവർ സൈഡ് മാത്രം ഉണ്ടാവുള്ളൂ. ഇത് 4 ഡോറിനും ഉണ്ട്. അങ്ങനെ കുറെ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഡോറിനകത്ത് അംബ്രല്ല ഹോൾഡർ ഉണ്ട്, അതിൽ അംബ്രല്ല ഉണ്ട്. ചെറിയ ടോൾ ഹോൾഡർ, അതൊക്കെ നൈസ് ടച്ചസ് ആണ്. അവർ അവിടെ ഒരു ടോൾ ഹോൾഡർ, അതുപോലെ ഈ ഗ്ലോ ബോക്സിന്റെ അകത്ത് ഒരു പെൻ വെക്കാനുള്ള ഒരു സ്ലോട്ട്, അങ്ങനെയുള്ള ചെറിയൊരു ഗാർബേജ് ബിൻ ഉണ്ട്. ഗാർബേജ് ബിൻ ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കുറെ ടച്ചസ് ഉണ്ട് which are all quite nice. Simply clever. അതെ, ഈ ടച്ചസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ലൈറ്റ് ടച്ച് ആണ്, ടച്ച് ആക്ടിവേറ്റർ ആണ് ഈ ലൈറ്റ് ഓൺ ഓഫ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ കീ.
Oh, it looks very classy, അല്ലേ? അടിപൊളി, നല്ല പ്രീമിയം ലുക്കിംഗ് കീ. അത് മാത്രമല്ല ഈ മെറ്റീരിയൽ ഒക്കെ നല്ല ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഇപ്പൊ ഇത് ഒറ്റ പീസായിട്ട് തോന്നുമെങ്കിലും സ്വിച്ചിന്റെ ഭാഗം ഡിപ്രസ് ചെയ്യാവുന്ന ഭാഗങ്ങൾ അത് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഡിസൈൻ അല്ലേ? വളരെ നല്ല ഡിസൈൻ. പിന്നെ സ്കോഡയുടെ കോംപ്ലക്സിറ്റി കാണണമെങ്കിൽ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ പീസ് കൂടി ഉണ്ട്. ഇതൊക്കെ 2-3 പീസൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയില്ല. നല്ലൊരു ക്ലാസ് കീ അല്ലേ? മൊത്തത്തിൽ പ്രീവിയസ് ജനറേഷന്റെ കീ വെച്ച് നോക്കുമ്പോൾ അതിന് ഇംപ്രൂവ്മെന്റ്. അതേപോലെ ഈ ആംറസ്റ്റ് ആഫ്റ്റർ ലോങ് ടൈം ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ആംറസ്റ്റ് ആണ്. ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത് ഒരു യൂസ്ഫുൾ ആംറസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം. കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു വണ്ടിക്ക് കാണണേ. അതുകൊണ്ട് മൊത്തത്തിൽ വെരി കംഫി, വെരി നൈസ് കാർ. ഈ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ബട്ട് അതർവൈസ് സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദിസ് വാസ് അവർ ഫസ്റ്റ് ലുക്ക് അറ്റ് ദ ന്യൂ ഒക്ടേവിയ. ഒരു ഡൈയിങ് സെഗ്മെന്റിലത്തെ ഒരു എന്താ ലാസ്റ്റ് ഹോപ്പ് നൈറ്റ് ആൻഡ് ഷൈനിങ് ആമറായിട്ട് വന്നിരിക്കുന്ന ഒരു കാറാണിത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, കമ്പനിക്കും പ്രതീക്ഷകളുണ്ട്. നമ്മൾ പറയുന്ന അനുസരിച്ച് ആക്ച്വലി ഒക്ടാവിയ സെഗ്മെന്റ് ആണത്. കാരണം സിവിക്ക് പോയി, കൊറോള ഒക്കെ പോയി. ഇനിയിപ്പോ ഇതാണ് ആകെ ഒരു പ്രോപ്പർ വണ്ടി. ഈ ക്വാളിറ്റീസ് അല്ല എലാൻഡ്ര സെഗ്മെന്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ സെഗ്മെന്റിന് എന്നും ഡിഫൈൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഒക്ടാവിയ. അപ്പൊ അതുകൊണ്ട് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് വണ്ടിയാണ് ഇന്ത്യക്ക്. ഈ പ്രൈസിങ് ഭയങ്കര ബോൾഡ് ആണ്. അപ്പൊ അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ളത് വി വിൽ സീ ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്തായാലും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒക്ടേവിയക്ക് അതിൻ്റെതായ ഫാൻസ് ഉണ്ട്, അതിൻ്റെതായ ഒരു സെഗ്മെന്റ് ഉണ്ട്. SUV വേണ്ട, സെഡാൻ തന്നെ യൂസ് ചെയ്യണം എന്ന് അതിന്റെ ക്വാളിറ്റീസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഡു ലെറ്റ് us know നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വിൽ ബി ബാക്ക് വിത്ത് എ ലോട്ട് മോർ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്. And thank you for watching and have a great day. Bye bye.